നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർവിട്ടാൽ മലക്കുകൾ കൊണ്ടുപോകും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ പോണ രൂപവും എവിടേക്കാ പോണത് എന്നാണ് ഇന്ന് വിശദീകരിക്കുന്നത്. ബാബും ഫിൽ അർവാഹി വൈലാ ഐന തസീറു ഹീന തഖ്റുജു മിനൽ ജസദ്. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർവിട്ടാൽ ആ വേർവിട്ട ആത്മാവ് പോകുന്നത് എവിടേക്കാണ് എന്ന അധ്യായം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകട്ടെ, പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ വിചാരണ എന്ന് പറഞ്ഞാൽ ആഖിറ ലോകത്തിൽ അല്ലെങ്കിൽ ഖബറിൽ മാത്രമുള്ളതല്ല. ഒരു ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർവിട്ട് ഈ മയ്യത്തിനെ വീട്ടിൽ അല്ലെങ്കിൽ എവിടെയാണോ അവിടെ കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് മയ്യത്ത് കട്ടിൽ വെച്ച് വെള്ളിക്കാട്ടിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവമാണ് ഈ പറയുന്നത്. റവൽ ഹാഫിളു അബൂ നഈം റളിയല്ലാഹു തആല അൻഹു, ഇമാം ഹാഫിളു അബൂ നഈം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നൽ മലായികത തർഫഉൽ അർവാഹ ഹത്താ തൂഖിഫഹാ ബൈന യദയില്ലാഹി അസ്സ വജല്ല. മലക്കുകൾ ആത്മാവുകളെ എടുത്തുയരും. എവിടേക്ക്? ഹത്താ തൂഖിഫഹാ ബൈന യദയില്ലാഹി അസ്സ വജല്ല. പോണത് നേരെ അല്ലാഹുവിലേക്ക് തന്നെയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോണ പോക്ക് അവസാനം അല്ലാഹുവിന്റെ അടുത്ത്. ഫൈദാ കാന മിൻ അഹ്ലി സഅദതി ഖാൽ. ഈ മലക്കുകൾ എടുക്കുന്ന റൂഹ് ആത്മാവ് നല്ല ആത്മാവാണെങ്കിൽ, വിജയം വരിച്ച ആത്മാവാണെങ്കിൽ, ഈമാനോടെ മരിച്ച ആത്മാവാണെങ്കിൽ ഖാൽ, അല്ലാഹു പറയും മലക്കുകളോട് പറയും, സീറൂ ബിഹാ വഅറൂഹാ മഖഅദഹാ മിനൽ ജന്നah. സീറൂ ബിഹാ പോ വഅറൂഹാ മഖഅദഹാ മിനൽ ജന്നah. കാണിച്ചു കൊടുക്ക് ഈ അടിമ അവസാനം ചെന്നെത്തുന്ന സ്വർഗലോകത്തിന്റെ പൂർണ്ണമായ രൂപം, അതിന്റെ രംഗം ഈ അടിമയ്ക്ക് കാണിച്ചു കൊടുക്കൂ എന്ന് അള്ളാഹു പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു പക്ഷേ നമ്മളിപ്പം മരിച്ചാൽ ഈ നിമിഷം മുതൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യമായി പറയുന്നു. അത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിപ്പം മരിച്ചാൽ ഈ സെക്കൻഡ് മുതൽ നമ്മൾ നേരിടാൻ പോകുന്ന രംഗങ്ങളെ പറ്റിയായി പറയുന്നു. അള്ളാഹു ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും തരട്ടെ. ഫയസീറൂന ബിഹാ ഫിൽ ജന്നത്തി അലാ ഖദ്രി മാ യുഗസ്സിലുൽ മയ്യിത്തു. അങ്ങനെ മലക്കുകൾ പോവും ഈ റൂഹിനെയും കൊണ്ട്. അപ്പോഴും മയ്യിത്ത് എവിടെയാണ്? അലാ ഖദ്രി മാ യുഗസ്സിലുൽ മയ്യിത്തു. മയ്യിത്തിനെ ആളുകൾ കുളിപ്പിക്കുന്ന ജോലിയിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കാണ്. ഫൈദാ ഉസ്ലാ വകുഫിനാ റുദ്ദത് വഉദ്രിജത് ബൈന കഫനിഹി വജസദിഹി. ഫൈദാ ഉസ്ല, മയ്യത്തിനെ കുളിപ്പിച്ചാൽ, വകുഫിന, കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് കഫം പൊതിയാൻ വേണ്ടി എടുത്തു വെച്ച് കഫവും പൊതിഞ്ഞാൽ, മലക്കുകൾ കൊണ്ടുപോയ റൂഹിനെ റുദ്ദത് വഉദ്രിജത് ബൈന കഫനിഹി വജസദിഹി. മലക്കുകൾ പെട്ടെന്ന് ഈ മയ്യത്തിനെ കഫം പൊതിയുന്ന സമയത്ത് മലക്കുകൾ ഈ റൂഹിനെ, ആത്മാവിനെ കൊണ്ടുവന്നിട്ട് ബൈന കഫനിഹി വജസദിഹി, ഈ മയ്യത്തിന്റെ ശരീരത്തിന്റെയും കഫം പുടവയുടെയും ഇടയിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. കാരണം ഇപ്പൊ ജീവനിടാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ജീവനിട്ടാ പിന്നെ കണ്ണു തുറന്നു നോക്കൂലേ? ഇപ്പൊ ജീവനിട്ടാ പിന്നെ എല്ലാവരും കണ്ണിങ്ങനെ തുറന്നു നോക്കും. അപ്പോ അങ്ങനെ കൊണ്ടുവയ്ക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ കളവ് എന്തെന്നറിയാത്ത, സത്യമില്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ലാത്ത, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, എൻ്റെ പ്രവാചകർ ഞാൻ തോന്നിച്ചു കൊടുക്കുന്ന വഹീ, ദിവ്യ സന്ദേശം മുഖേനയല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞ ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി.
ആധുനിക ലോകത്ത് ആ മുത്തുനബി 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പല യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും ഇപ്പൊ പുലർന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇതെന്തേ സത്യമല്ല എന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹു വിശ്വസിക്കാൻ തൗഫീഖ് നൽകട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ ഈ റൂഹിനെ മലക്കുകൾ കൊണ്ടുവന്നിട്ട് ഈ കവംപുടവയുടെയും ശരീരത്തിന്റെയും ഇടയിലായി ഇങ്ങനെ വെച്ചു കൊടുക്കും. ഫൈദാ ഹുമില അലൻ നഅ്ശി, മയ്യത്തിനെ കവം പൊതിഞ്ഞിട്ട് കട്ടിലിൽ കട്ടിലിൽ സന്തൂക്കിൽ എടുത്തു വയ്ക്കൂ. فإنه يسمع كلام من تكلم بخير أو تكلم بشر. ആ മയ്യത്ത് കാണാൻ വന്ന ബന്ധപ്പെട്ടവർ, നാട്ടുകാർ, കൂട്ടുകാർ, ബന്ധുജനങ്ങൾ ആരെല്ലാമോ ആ വന്നവരിൽ സംസാരിക്കുന്ന സംസാരങ്ങൾ മുഴുവനും فإنه يسمع كلام من تكلم بخير أو تكلم بشر. ഈ മയ്യത്തിനെ സംബന്ധിച്ച് നന്മ പറഞ്ഞാലും ദോഷം പറഞ്ഞാലും ഖൈറ് പറഞ്ഞാലും ശർറ് പറഞ്ഞാലും അതെല്ലാം ഈ ആത്മാവ് കേൾക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ചില മയ്യത്ത് കിട്ടിപ്പോയാൽ എന്തൊക്കെയാ അവിടെ പറയണത്, എന്തൊക്കെയാ പറയാൻ പാടില്ലാത്തതെന്നറിയാതെ എന്തൊക്കെയോ അപശബ്ദങ്ങളും അല്ലേ പാടില്ല. കാരണം നമ്മുടെ ചലനങ്ങൾ മുഴുവനും ഈ മയ്യത്തും അറിയും റൂഹും അറിയും, എല്ലാം കേട്ടോണ്ടിരിക്കുകയല്ലേ, കണ്ടോണ്ടിരിക്കുകയല്ലേ. ഖൈറാകട്ടെ ഷർറാകട്ടെ എല്ലാം റൂഹ് കേൾക്കും, മയ്യത്ത് കേൾക്കും. അവസാനം മയ്യത്ത് കട്ടിൽ എടുത്തു വെച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് എടുക്കപ്പെട്ടാൽ, മുസല്ലയിലേക്ക് എടുക്കപ്പെട്ടാൽ, വസുല്ലി അലൈഹി, അവിടെ കൂടിയവർ ഈ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുകയും ചെയ്താൽ, മയ്യത്തെടുത്തിട്ട് ഖബറിൽ കൊണ്ടുപോയി അടക്കം ചെയ്യാൻ സമയം. അതുവരെയും റൂഹിനെ കൂടുണ്ടു എന്നുള്ളതല്ലാതെ മലക്കുകൾ ഇങ്ങനെ അടുത്ത് റൂഹിനെ കൊണ്ടുണ്ട്. പക്ഷെ ഈ വെച്ച ഈ നേരത്തെ വെച്ച റൂഹ് ശരീരത്തിലോട്ട് കയറിയിട്ടില്ലല്ലോ, കയറാൻ പോവാ. അലൈഹി, മയ്യത്ത് നിസ്കരിച്ചു. ഖബറടക്കുന്ന സമയത്ത് റുദ്ദത്തു ഫീഹി റൂഹു, ആത്മാവിനെ റൂഹിനെ എടുത്തിട്ട് മലക്കുകൾ ശരീരത്തിൽ അങ്ങ് കയറ്റി കൊടുക്കുമെന്ന് സയ്യിദുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. وقعد ذا روح وجسد ودخل عليه الملكان الفتانان. മുത്തുനബി പറയാണ്, നേരത്തെ ഇദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെ ആയിരുന്നു അതേപോലെ റൂഹോടും ജസദോടും കൂടി ആ ശരീരത്തിൽ ആത്മാവങ്ങ് പ്രവേശിപ്പിക്കും മലക്കുകൾ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോ മരിക്കുന്നതിന് മുമ്പത്തെ കോലത്തിലായി. മനസ്സിലായോ? അല്ലാഹുവേ, റബ്ബേ, ഞങ്ങൾ ആഖിറും ഞങ്ങളുടെ ബർസഖി ലോകവും ഞങ്ങളുടെ മരണവും എല്ലാം നീ ഞങ്ങൾക്ക് റഹ്മത്തുള്ളതാക്കി തരണേ അല്ലാഹ്. ബദഖല അലൈഹിൽ മലക്കാനിൽ ഫത്താനാനി, പരീക്ഷ നടക്കാൻ പോവുകയാണ്. ടെസ്റ്റ്, ഇന്റർവ്യൂ പാസ്സാകണം. ഇനി പരീക്ഷ നടത്തുന്ന, പരിശോധന നടത്തുന്ന 2 മലക്കുകൾ ഇതാ വരാൻ പോവുകയാണ്. ഇമാം ഷെഹ്റാനി തങ്ങൾ ഇത് വിശദീകരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞു നിർത്തി. ഇതിനെ സംബന്ധിച്ച് മലക്കിന്റെ കോലവും രൂപവും വിചാരണയൊക്കെ ഞാൻ പിറകെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊ പറയുന്നത് വേറെ വിഷയമാണെന്ന് പറഞ്ഞിട്ട് ആ ഹദീസ് അവിടെ ഇമാം ഷെഹ്റാനി തങ്ങൾ നിർത്തിയിട്ട് ഇതിനൊന്ന് വിശദീകരിക്കുക. മലക്കിന്റെ കോലവും രൂപവും അത് പിന്നീട് വേറെ പറയുന്നു. വകാന അംറു ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു. ഞാൻ ഓടിച്ചങ്ങ് പോവാണ്, ഇച്ചിരി വിശദീകരിച്ച് പറയണ്ട, ഞാൻ അതിന്റെ മത്തിന് മാത്രമേ പറയുന്നുള്ളൂ, ശ്രദ്ധിച്ചു കേട്ടിരുന്നോ. വകാന, നമ്മുടെ ഈ ആത്മാവ് ഹദീസിൽ ഇങ്ങനെ പറഞ്ഞെങ്കിലും വിശദീകരിക്കുകയാണ്. നബി സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തത് വിശദീകരിക്കുകയാണ്. ഇനി ഈ പോണ പോക്കിൽ കണ്ട ലോകവും അത്ഭുത പ്രതിഭാസവും എവിടെ പോയി എന്നൊക്കെ പറയാൻ പോവാ. മരിച്ചിട്ട് 3-4 മണിക്കൂർ ആയല്ലോ, ഇതിനിടയിൽ റൂഹ് പോയല്ലോ. ആ പോയ പോക്ക് പറയാം. വകാന അംറു ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അംറു ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, യഖൂൽ
മാ മിൻ മയ്യിത്തിൻ ഇല്ലാ വറൂഹുഹു ഫീ യദി മലകിൻ യൻദുറു ഫീ ജസദിഹി കൈഫ യകുഫ്ഫനു കൈഫ യുകഫ്ഫനു വകൈഫ യഗ്സുലു വകൈഫ യുംശാ ബിഹി. ഒരു റൂഹിനെ, ആത്മാവിനെ മലക്കുകൾ എടുത്താൽ ആ റൂഹിനെ മലക്കുകൾ ഒരു മലക്കിന്റെ കയ്യിലേക്ക് മലക്ക് ഇങ്ങനെ വാങ്ങും. ആ വാങ്ങുന്ന സമയത്ത് യൻദുറു ഫീ ജസദിഹി, റൂഹ് ശരീരത്തിലേക്ക് ഇങ്ങനെ ഒരു നോട്ടമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. കൈഫ യുകഫ്ഫനു, ആ റൂഹിനെല്ലാം അറിയാം, റൂഹ് കവം പൊതിയുന്നതും കുളിപ്പിക്കുന്നതും, കൈഫ യുഗ്സലു കുളിപ്പിക്കുന്നതും കവം പൊതിയുന്നതും, കൈഫ യുംശാ ബിഹി മയ്യിത്തിനെ അടക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതും അരക്ക് കൊണ്ട് എല്ലാം ഈ റൂഹിനെ അറിയാനും കാണാനും പറ്റുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വയുജ്ലസു ഫീ ഖബരിഹി, ഖബറിൽ മയ്യിത്തിനെ കൊണ്ടുവെക്കുന്നു, കിടത്തുന്നു, ഇരുത്തുന്നു, ഒക്കെ മയ്യിത്ത് അറിയുന്നു. അന്നഹു യുഖാലു ലഹു വഹുവ അലാ സരീരിഹി, ഈ മയ്യിത്ത് കട്ടിലിലേക്ക് എടുത്തു വെക്കുമ്പോൾ മയ്യിത്തിനോട് പറയപ്പെടും ഇസ്മഅ് സനാ അന്നാസി അലൈകാ, മയ്യിത്തേ നീ കേൾക്കുന്നില്ലേ, നിന്നെ പറ്റിയിട്ട് ആളുകൾ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇസ്മഅ് സനാ അന്നാസി, ജനങ്ങളുടെ സനാ പുകഴ്ത്തൽ കേൾക്കുന്നില്ലേ? നന്മ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിന്നെപ്പറ്റി ഷർറ് പറയുന്നുണ്ട്. വദക്കറൽ ഇമാമുൽ ഗസ്സാലി ഫീ കിതാബി കശ്ഫുൽ ഉലൂമിൽ ആഖിറ, ഇമാമുന ഗസ്സാലി റഹിമഹുല്ലാഹ് തങ്ങൾക്ക് കശ്ഫുൽ ഉലൂമിൽ ആഖിറ എന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആര് പറയാ? ഇമാം ഷെഹ്റാനി പറയാണ്. ഇമാം ഗസ്സാലി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അസ്ലും വസ്ലും തിരിക്കും നമ്മൾ പോകേണ്ട കാര്യമല്ല. ആരാ ഇമാം ഗസ്സാലി തങ്ങൾ? അതുകൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞത്. ഇമാം ഗസ്സാലി നമ്മുടെ മഹാനായ ഇമാമുന ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ കശ്ഫുൽ ഉലൂമുൽ ആഖിറ എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നത് ഞാൻ കണ്ടു. അന്നൽ മലക, ഒരു മലക്ക് ഇദാ ഖബല നഫ്സ അസ്സഈദത, ആഖിബത്ത് നന്നായി മരിച്ച, വിജയം വരിച്ച നല്ല ഒരു ആത്മാവിനെ മലക്കുകൾ പിടിച്ചാൽ തനവലഹ മലക്കാനി ഹസനൽ വജ്ഹി അലൈഹിമാ അസ്വാബുൻ ഹസനത്തുൻ വലഹുമാ റായിഹത്തുൻ ത്വയ്യിബാ, നല്ല മനോഹരമായ കാണാൻ ഭംഗിയുള്ള രണ്ട് മലക്കുകൾ അവിടെ ഹാജരാകുമെന്നും നല്ല വസ്ത്രങ്ങൾ ധരിച്ച നല്ല സുഗന്ധമുള്ള ആ രണ്ട് മലക്കുകളാണ് ഈ ആത്മാവിനെ അസ്രായിൽ അലൈഹിസ്സലാമിന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത്. എന്നിട്ടോ വലഫൂഹാ ഫി ഹരീറത്തിൻ മിൻ ഹരീരിൽ ജന്ന, ഈ മലക്കുകൾ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടു വസ്ത്രത്തിലേക്ക് ഈ മയ്യിത്തിനെ എടുത്തങ്ങു വെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. വഹിയ അലാ ഖദിരിൻ നഹ്ലതി മിസ്ല ശഖ്സിൽ ഇൻസാനി, ഈ എടുത്തു വെക്കുന്ന സമയത്ത് മനുഷ്യക്കോലമല്ല, പിന്നെയോ തേനീച്ചയുടെ വലിപ്പത്തിലേക്ക് ഈ മനുഷ്യനെ അല്ലാഹു അങ്ങ് ചുരുട്ടിക്കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മനുഷ്യക്കോലം തന്നെ, പക്ഷേ തേനീച്ചയുടെ വലിപ്പമേ ഉണ്ടാകുള്ളൂ. എന്ന് വിചാരിച്ചിട്ട് ഈ മനുഷ്യന്റെ ബുദ്ധിക്കോ മറ്റ് എന്തെങ്കിലും ഒരു തകരാറും വരൂല്ല. തേനീച്ചയുടെ വലിപ്പം മനുഷ്യനെ ആക്കി എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ബുദ്ധിക്കും മറ്റു ഒരു കാര്യങ്ങൾക്കും ഒരു തകരാറുമില്ല. ഈ മലക്കുകൾ ഈ ആത്മാവിനെയും കൊണ്ട് അന്തരീക്ഷത്തിലേക്ക് അങ്ങ് പറന്നുയരുമെന്ന് മുഹമ്മദ് മുസ്തഫ. فلا يزال يمر بالأمم السالفة والقرون الخالية, ഈ ആത്മാവിനെയും കൊണ്ട് മലക്കുകൾ ഇങ്ങനെ പോകുന്ന സമയത്ത് വാനലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കഴിഞ്ഞുപോയ സമുദായങ്ങൾ, നൂറ്റാണ്ടുകൾക്കിടയിൽ ജീവിച്ചവർ, അവരെയൊക്കെ അള്ളാഹു ചെറിയ 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 ഈ തേനീച്ചയുടെ കോലത്തിലൊക്കെ ആക്കിയിട്ട് അതിങ്ങനെ ജറാദിൽ മുന്തശിറത്തി, വെട്ടുകിളിയില്ലേ, വെട്ടുകിളികളെ പോലെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ടാകും. അങ്ങനെ മലക്കുകൾ ഒന്നാം ആകാശത്തിലേക്ക് ഈ ആത്മാവിനെ കൊണ്ടുപോവുകയാണ്. ഒന്നാം ആകാശത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് കൊണ്ടുപോയ രണ്ട് മലക്കുകൾ, വിശ്വസ്തനായ ഒരു മലക്ക് ആകാശവാതിലിൽ ഇങ്ങനെ മുട്ടുമെന്ന് ഖാല റസൂലുള്ളാഹി.
വാതിലുണ്ട്, ആകാശത്തിന് വാതിലുണ്ട്. ഫയുഖാലു ലഹു മൻ അന്ത, ആകാശത്തിന്റെ അപ്പുറത്ത് നിന്ന് ചോദിക്കും മൻ ആരാ, ആരാ എന്ന് ചോദിക്കുമ്പോൾ ഈ മലക്ക് പറയും അന സൽസാഈൽ, ഞാൻ സൽസാഈൽ എന്ന് പേരുള്ള മലക്കാണ്. ഈ കൊണ്ടുപോണ മലക്കിന്റെ പേര് സൽസാഈൽ സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ സൽസായിലാണ് ഞാൻ. വഹാദാ ഫുലാനും ബിഅഹ്സനി അസ്മാഇ വഹബ്ബഹാ ഇലൈഹി, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പേരുകൊണ്ട് പരിചയപ്പെടുത്തും. വഹാദാ ഫുലാൻ ബിൻ ഫുലാൻ, ഇന്നടുത്ത് ഇന്നാര മകനാണ്. ഫയഖൂലൂന, അപ്പം മറുഭാഗത്ത് നിന്നുകൊണ്ട്, ആകാശലോകത്തിന്റെ ഒന്നാം ആകാശത്തിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് മലക്കുകള് വാനലോകത്തിന്റെ കവാടം തുറന്നു കൊടുത്തിട്ട് പറയും നിഅമർ റജുലു കാന മുഹാഫിളൻ വകാനത അഖീദതുഹു ജാസിമാ വൈറ ശാകിം ഫീ ശൈഇൻ അൻഹാ. അതെ അതെ, മലക്കുകൾ പറയാ ഞങ്ങൾക്കറിയാം നിഅമർ റജുലു, നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. കാന മുഹാഫിളൻ വകാനത അഖീദതുഹു ജാസിമാ, നല്ല ദൃഢമായ, നല്ല ഈമാനുള്ള, നല്ല വിശ്വാസമുള്ള, അഖീദ ഉറച്ച, ഒരു സംശയവുമില്ലാത്ത ആള് തന്നെയാണ്. കടക്കും, ഒന്നാം ആകാശം കടക്കും. രണ്ടാം ആകാശത്തിന്റെ അടുത്ത് ചെല്ലുമ്പോഴും അവിടെയും ഇതുപോലെ പറയും ഞാൻ സൽസായിലാണ്. അപ്പോഴും മലക്കുകൾ, ആ രണ്ടാം ആകാശത്തിന്റെ മലക്കുകൾ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ആ മലക്കുകളും പറയും അഹ്ലൻ വസഹ്ലൻ കാന മുഹാഫിളൻ അലാ സ്വലാത്തിഹി ബിജമീഇ ഫറായിദിഹി. അതെ അതെ, നല്ല മനുഷ്യനാണ്, ഞങ്ങൾക്കറിയാം. കാന മുഹാഫിളൻ അലാ സ്വലാത്തിഹി ബിജമീഇ ഫറായിദിഹി, എല്ലാ ഫർദ് നിസ്കാരവും കൃത്യമായി നമ്മൾ ചെയ്ത അമലുകളെ, അള്ളാഹ്ക്കിന്റെ ആവശ്യമുണ്ട്. എങ്ങനെ ഇതൊക്കെ ബോധ്യപ്പെടുത്തിയിട്ട് വേണോ സ്വർഗം തരാൻ? പക്ഷേ അള്ളാഹു ജല്ല ജലാലു നമ്മൾ ചെയ്ത അമലുകൾക്കുള്ള പ്രതിഫലം നമ്മൾ അള്ളാഹ് ബോധ്യപ്പെടുത്താണ്. അപ്പൊ മലക്കുകൾ പറയും അതെ അതെ, നല്ല മനുഷ്യനാണ്, ഞങ്ങൾക്കറിയാം. കാന മുഹാഫിളൻ അലാ സ്വലാത്തി ബിജമീഇ ഫറായിദിഹാ, എല്ലാ ഫർളുകളും കൃത്യമായി വീടിയ മനുഷ്യൻ തന്നെയാണ്, ഞങ്ങൾക്കറിയാം. സുമ്മ യംദഹി ഇലാ സമാഇ സാലിസാ, അവിടുന്ന് മൂന്നാം ആകാശത്തിന്റെ കവാടത്തിൽ ചെല്ലുമ്പോൾ യുഖ്റഉൽ ബാബു, വാതിലിന് മുട്ടു. അവിടെ നിന്നും ചോദിക്കും ആരാണ്? ഇപ്പോഴും പറയും അന സൽസായിലാണ്. അപ്പോഴതാ മറുപടി വരുന്നു, അതെ അറിയാം അറിയാം, നിഅമർ റജുലു ഫുലാൻ, ഇന്നടുത്ത് ഇന്നാര ആത്മാവും കൊണ്ടല്ലേ നിങ്ങൾ വന്നത്, ഞങ്ങൾ അറിഞ്ഞിരുന്നു. കാന യുറാഇ ഹഖ്ഖല്ലാഹി തആല ഫീ മാലിഹി വലം യതമസ്സക് മിൻ ശൈ, അള്ളാഹുവിനോടുള്ള ഹക്കുകൾ, ബാധ്യതകൾ പൂർണ്ണമായി നല്ലോണം സൂക്ഷിച്ച് ജീവിച്ച ആളാണ് എന്നറിയാം. അതുപോലെ അള്ളാഹ് അവന് കൊടുത്ത നിഅമത്ത്, മാല്, ധനം, അത് നന്നായി കൈകാര്യം ചെയ്ത ആളാണെന്നും അറിയാം. വലം യതമസ്സക് മിൻ ശൈ, ആ അള്ളാഹ് കൊടുത്ത നിഅമത്തിൽ നിന്ന് ഒരു പിശുക്കും അവൻ കാണിച്ചിട്ടേ ഇല്ല. അള്ളാഹ് കൊടുത്ത നിഅമത്തിൽ നിന്ന് കൊടുത്തത് ഞാനാണ്, അതെന്റെ അടിമയ്ക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഒരു പിശുക്കും കാണിച്ചിട്ടില്ല, നന്നായി കൊടുക്കേണ്ട സമയത്തൊക്കെ നന്നായി കൊടുത്തവൻ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, നാലാം ആകാശത്ത് ചെല്ലുകയാണ്. അവിടെയും ഇതുപോലെ സംഭാഷണം നടക്കുമ്പോൾ മലക്ക് പറയും അറിയാം അറിയാം, അഹ്ലൻ ബിഫുലാനിൻ കാന യസൂമു വയഹ്സിനു സൗമ വയഹ്ഫളുഹു മിൻ അദ്റാനി റഫദി വഹറാമി തആം. പരിശുദ്ധ റമളാൻ മാസം എത്തിയപ്പോൾ നന്നായി നോമ്പെടുത്ത ആളല്ലേ, നന്നായി നോമ്പനുഷ്ഠിച്ച ആളല്ലേ, വയഹ്ഫളുഹു മിൻ അദ്റാനി റഫദ, അശ്ലീലങ്ങളിൽ നിന്ന് മാറി നിന്ന ആളല്ലേ, ഹറാമായ ഭക്ഷണം കഴിക്കാതെ നന്നായി നോമ്പെടുത്ത ആളാണ്, ഞങ്ങൾക്കറിയാം. അവിടുന്ന് അതാ അഞ്ചാം ആകാശത്തിലേക്ക് പോകുമ്പോ വാതിലിന് മുട്ടുമ്പോ ചോദിക്കും എന്താ? അപ്പോഴും അവിടെയും പറയും അറിയാം, ഇന്ന ആളാണ്. അഹ്ലൻ വസഹ്ലാ, എന്നടുത്ത് ഇന്നാരമായി റൂഹല്ലയോ കടന്നു വരൂ. അദ്ദാ ഹജ്ജഹുൽ വാജിബ ലില്ലാഹി മിൻ ഗൈരി സുംഅത്തിൻ വലാ റിയാ,
നിർബന്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച ആളല്ലയോ. യാതൊരു വിധമായ ലോകമാന്യതയോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ ഹജ്ജിന് പോയ ആളല്ലയോ, ഞങ്ങൾക്കറിയാം. ആറാം ആകാശത്തിലേക്ക് ചെന്നിട്ട് പോയി വാതിലിന് മുട്ടും. അവിടെയും ചോദിക്കും ആരാണ്. അപ്പൊ പറയും ഞാൻ സൽസായിലാണ്, ഇന്നാളിന്റെ ആത്മാവുമായി വന്നതല്ലേ. അതേ എന്ന് പറഞ്ഞിട്ട് ആ ആറാനാകാശത്തിലെ മലക്കുകളും പറയും മർഹബാ മർഹബൻ ബിർറജുലി സാലിഹി വന്നഫ്സു ത്വയ്യിബ. നല്ല പരിശുദ്ധാത്മാവാണല്ലോ, നല്ല സ്വാലിഹായ മനുഷ്യനാണെന്നല്ലോ. കാന കസീറൽ ബിർരി ബിവാലിദി. മാതാപിതാക്കളോട്, ഉമ്മയോടും വാപ്പയോടും നന്നായി വർത്തിച്ച ആളല്ലേ. ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഗുണം ചെയ്ത പൊന്നുമോനല്ലേ. ഉമ്മയ്ക്കും വാപ്പയ്ക്കും സംരക്ഷണം കൊടുത്ത മോനല്ലേ. മർഹബാ മർഹബാ മർഹബൻ അഹ്ലൻ വസഹ്ലാ. മലക്കുകൾ സ്വാഗതമോദി അവിടെയും കടന്നു പോവുകയാണ്. ഏഴാനാകാശത്തിലേക്ക് ചെല്ലൂ. അവിടെയും ചെന്ന് മലക്കുകൾ വാതിലിന് മുട്ടു. അപ്പോഴും ചോദിക്കും ആരാണ്. അപ്പൊ പറയും സൽസായിലാണ്, ഇന്നാരാത്മാവുമായിട്ട് വന്നതാണ്. അപ്പൊ ഏഴാനാകാശത്തെ മലക്കുകളും പറയും അതെ അതെ അറിയാം, മർഹബൻ മർഹബൻ ബിഫുലാൻ. കൊണ്ടുവന്ന ആത്മാവിന് സ്വാഗതമാണ്. ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്ത ആളാണ്, തൗബ ചെയ്ത ആളാണ്. എപ്പോ ഫിൽ അസ്ഹാർ, തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് അത്താഴ സമയത്ത് സുബ്ഹ് എടുക്കുന്ന സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഇസ്തിഗ്ഫാർ ചെയ്ത ആളല്ലയോ. വയതസദ്ദഖു ബിസ്സിദ്ദി, രഹസ്യമായി സദഖ കൊടുത്ത ആളല്ലയോ, രഹസ്യമായി സ്വതക്ക കൊടുത്ത ആളല്ലയോ. വയക്ഫുലുൽ ഐതാം, നാട്ടിലെ വാപ്പയില്ലാതെ ജീവിക്കുന്ന യതീമുകളെ തലോടിയ ആളല്ലയോ, യതീമുകൾക്ക് സംരക്ഷണം കൊടുത്ത ആളല്ലയോ. മർഹബാ മർഹബാ. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകട്ടെ. അറിഞ്ഞതനുസരിച്ച് അമൽ ചെയ്ത് അല്ലാഹുവിനെ പേടിച്ച് ഭയന്ന് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിങ്ങനെ റൂഹിനെ കൊണ്ട് പോകുന്നല്ലേ കേട്ടിട്ടുള്ളൂ. അതായി പറയണേ, പോണ പോക്ക് നോക്ക്. ആകാശം 7 കഴിഞ്ഞു. ഇനി പോണത് എവിടേക്കെന്നറിയോ? ഇലാ ഹളറത്തിൽ ഖുദ്സ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹളറത്തിലേക്ക് പറക്കാൻ പോവുകയാണ് മലക്കുകള്. ഇതിനൊക്കെ ചെറിയ സമയം മതിയല്ലോ, ഇതിനൊക്കെ ചെറിയ സമയം മതി. മഹത്വങ്ങളുടെ കൂടാരങ്ങളുടെ രഹസ്യങ്ങളുടെ കലവറകളിലേക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത അത്യത്ഭുതങ്ങളുടെ രഹസ്യങ്ങളുടെ കലവറകളിലേക്ക് ഇതാ ഈ മലക്കുകൾ ഈ ആത്മാവിനെയും കൊണ്ടുപോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. എവിടം വരെ പോകുമെന്നറിയുമോ? മുത്തുനബി മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാനെ കാണാൻ പോയത് സൂറത്ത് നജ്മിൽ അല്ലാഹ് പഠിപ്പിക്കുന്നില്ലേ? വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ. സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചാണ്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് വെച്ചാണ് അല്ലാഹു ജല്ല ജലാലുവിനെ മിഅ്റാജിന്റെ രാത്രിയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടതെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ. ആ സിദ്റത്തുൽ മുൻതഹ വരെ അങ്ങനെ ഈ ആത്മാവിനെയും കൊണ്ട് ഈ ചെറിയ സമയം കൊണ്ട്, അപ്പൊ മയ്യത്തെവിടാ? വീട്ടില്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് വഹീന ഇദി യുനാദി മിനൽ ഹളറത്തിൽ ഖുദ്സിയ്യ. സിദ്റത്തുൽ മുൻതഹ കൊള്ളെ ഈ മലക്കുകൾ ഈ ആത്മാവിനെ അങ്ങ് കൊണ്ടു ചെല്ലുമ്പോ അതാ ഒരു വിളിയാളം വരികയാണ്. എന്താ വിളിയാളം? അല്ലാഹുവിന്റെ ഹളറത്തുൽ ഖുദ്സിൽ നിന്നുള്ള വിളിയാളമാണ്. മാ ഹാദിഹി നഫ്സുല്ലതി ജിഅ്തും ബിഹാ, മാ ഹാദിഹി നഫ്സുല്ലതി ജിഅ്തും ബിഹാ. നിങ്ങളിപ്പോ കൊണ്ടുവന്ന ആത്മാവില്ലേ, ഒരു കടന്നു വരൂ. ഫയുഖാലു ഫുലാൻ ഇബ്നു ഫുലാൻ. മലക്കുകൾ അതാ
ആത്മാവിനെയും കൊണ്ട് അല്ലാഹുവിന്റെ ഹദറത്തുൽ ഖുദ്സിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. ഫയഖൂലുൽ ജലീലു ജല്ല വജലാൽ, ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളോട് പറയും, ഖർരിബൂ ഖർരിബൂ, എന്റെ ദാസനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ഫനിഅമൽ അബ്ദൂ, നല്ല ദാസനാണ്. ഫൈദാ നാജാഹു ബൈന യദൈഹിൽ കരീമത്തൈനി, അങ്ങനെ ഈ അടിമയുടെ ആത്മാവിനെ അല്ലാഹുവിന്റെ മുമ്പിൽ അങ്ങ് നിർത്തിയാൽ നാഖശഹു വഅഖബഹു, അല്ലാഹു ചെറുതായൊരു വിചാരണ അവിടെ നടത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. വിചാരണ അവിടെയുണ്ട്. റൂഹിന് ചെറിയൊരു വിചാരണ അല്ലാഹു നടത്തും. അലാ ജമീഇ അഅമാലി, അദ്ദേഹം ചെയ്ത അമലുകളെ സംബന്ധിച്ചൊക്കെ അല്ലാഹു ചെറുതായി അവിടെ ചോദിക്കും. ഹത്താ ഇദാ ളന്ന അന്നഹു ഖദ് ഹലക, അല്ലാഹുവിന്റെ ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ ഈ അടിമ പേടിച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഹത്താ ഇദാ ളന്ന അന്നഹു ഖദ് ഹലക, തീർന്നു. ചോദ്യം വിചാരണയൊക്കെ റബ്ബിന്റെ അടുത്ത് കിടക്കുമ്പോൾ തീർന്നു. പക്ഷേ അല്ലാഹുവിന്റെ ഭാരമായ കാരുണ്യം കൊണ്ട് അല്ലാഹു അടിമയ്ക്ക് പൂർണ്ണമായി അങ്ങ് പടച്ച തമ്പുരാൻ പുറത്തു കൊടുക്കുന്നു, മാപ്പ് ചെയ്തു കൊടുക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം, ഇതിങ്ങനെ അങ്ങ് പോകും. വളരെ മനോഹരമായി ഇമാം ഷഅറാനി തങ്ങൾ ഇത് വിശദീകരിക്കുന്നുണ്ട്. ആത്മാവ് നേരിടുന്ന അനുഭവങ്ങൾ ഒരുപാടാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകിയ ബാക്കി നമുക്ക് നാളെ പറയാം. അർഹമുർ റഹീമായ ജല്ല ജലാലായ അളീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഇതുവരെ പറഞ്ഞതും കേട്ടതും മുഴുവനും സ്വാലിഹായ സൽക്രമമായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ കേട്ടതുപോലെ പടച്ച റബ്ബേ, ഈമാനില്ലാതെ മരിച്ചു പോകേണ്ട ഒരു ഗതികേടാണെങ്കിൽ അല്ലാ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. അല്ലാ ഈമാനോടെ ആഖിബത്ത് നന്നായി ആർക്ക് മരിക്കാൻ കഴിയുന്നുവോ, ഈമാനോടെ ആഖിബത്ത് നന്നായി ആർക്ക് മരിക്കാൻ കഴിയുന്നുവോ അവൻ നേരിടുന്ന സൗഭാഗ്യങ്ങളാണ് ഇവിടെ കേട്ടത്. അത്തരത്തിൽ അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഈ പുണ്യമാക്കപ്പെട്ട പരിശുദ്ധ റമളാനിലെ ഈ പ്രഭാത സമയത്തുള്ള ഞങ്ങളെ പ്രാർത്ഥന നീ സ്വീകരിച്ചിട്ട് ഞങ്ങളെ മരണം നീ ഞങ്ങൾക്ക് നല്ല ഖൈറായ ഈമാനുള്ള മരണമാക്കി തന്ന് അനുഗ്രഹിക്കണമേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.